നമസ്കാരം. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് ബ്രിസ്ബേനിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ ടീമിലെ ഒരു സീനിയർ താരം ഇന്ന് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നുവെന്ന വിവരം ആദ്യം പുറത്തു വന്നത്. ആരാകും ആ സീനിയർ താരമെന്ന ആകാംക്ഷയിലായിരുന്നു പിന്നീട് ആരാധകർ. പരമ്പരയിലെ നിർണായക ടെസ്റ്റിൽ ഓസീസ് ബാറ്റിംഗ് നേരെ രണ്ടാം ഇന്നിംഗ്സിൽ ബുംറയും സംഘവും എറിഞ്ഞൊതുക്കുമ്പോൾ ആ സീനിയർ താരം ആരെന്ന ആകാംക്ഷ വിട്ടൊഴിഞ്ഞില്ല. ഇന്ത്യക്ക് മുന്നിൽ 275 റൺസിന്റെ വിജയലക്ഷ്യം ഒരുക്കി ഓസ്ട്രേലിയ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തതോടെ മത്സരം എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമെന്ന അവസ്ഥ. ഇന്ത്യൻ ഇന്നിംഗ്സിന് യശസ്വി ജയ്സ്വാളും KL രാഹുലും കരുതലോടെ തുടക്കമിട്ടെങ്കിലും ചായയ്ക്ക് പിരിഞ്ഞതിന് പിന്നാലെ കനത്ത മഴ വന്നതോടെ മത്സരം തടസ്സപ്പെട്ടു. പിന്നാലെ മത്സരം സമനിലയിൽ പിരിയാൻ ഇരു നായകന്മാരും സമ്മതം മൂളി. ഇതിന് പിന്നാലെയായിരുന്നു അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. മത്സരശേഷം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിലായിരുന്നു താൻ വിരമിക്കുന്ന കാര്യം ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. എന്നാൽ മത്സരം തീരുന്നതിന് മുമ്പേ ആരാധകർക്ക് മുന്നിൽ ആ സീനിയർ താരം ആരെന്ന സൂചന ലഭിച്ചിരുന്നു. മഴയെ തുടർന്ന് ബ്രിസ്ബേനിലെ അവസാന ദിവസം കളി മുടങ്ങിയപ്പോഴാണ് ചിത്രം കൂടുതൽ വ്യക്തമായത്. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് ചർച്ചയായത്. അതിൽ കോഹ്ലി അശ്വിനെ കെട്ടിപ്പിടിക്കുന്നത് കാണാമായിരുന്നു. വികാരാധീനനായി അശ്വിൻ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ആരാധകർക്ക് കൂടുതൽ കാര്യം വ്യക്തമായി. അശ്വിൻ വിരമിക്കുമെന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങിയതും അവിടെ നിന്നാണ്. വിരമിക്കൽ പ്രഖ്യാപനത്തിൽ അശ്വിൻ സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ ഫോർമാറ്റുകളിലും ഇതെൻ്റെ അവസാന വർഷമായിരിക്കും. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ എന്നിൽ കുറച്ചുകൂടി കളിക്കാൻ എനിക്ക് ശേഷിയുണ്ട്. പക്ഷേ അത് ക്ലബ്ബ് തലത്തിൽ തുടരും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും എൻ്റെ നിരവധി ടീം അംഗങ്ങൾക്കുമൊപ്പം ഞാൻ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിൽ ചിലർ വിരമിച്ചു കഴിഞ്ഞു. നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ BCCIയോടും സഹതാരങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. അവയിൽ ചിലത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യാത്രയുടെ ഭാഗമായിട്ടുള്ള എല്ലാ പരിശീലകർ, രോഹിത്, വിരാട്, അജിൻക്യ രഹാനെ, ചേതേശ്വർ പൂജാര എന്നിവരെല്ലാം എൻ്റെ യാത്രയുടെ ഭാഗമായവരാണ്. അവരാണ് എനിക്ക് കൂടുതൽ വിക്കറ്റുകൾ എടുക്കാൻ സഹായിച്ചത്. വളരെ കടുത്ത മത്സരാർത്ഥികളായിരുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനും ഒരു വലിയ നന്ദി. പക്ഷേ ഇത് വളരെ വൈകാരികമായ ഒരു നിമിഷമാണ്. ഞാൻ ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉത്തരം നൽകുന്ന ഒരവസ്ഥയിലാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിനാൽ ദയവായി എന്നോട് ക്ഷമിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അതെ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും ഉടൻ കാണുമെന്നും അശ്വിൻ പറഞ്ഞു. 106 ടെസ്റ്റിൽ നിന്ന് 537 വിക്കറ്റുകളാണ് അശ്വിൻ വീഴ്ത്തിയത്. 116 ഏകദിനത്തിൽ 186 വിക്കറ്റും 65 ട്വൻ്റി-ട്വൻ്റിയിൽ 72 വിക്കറ്റും സമ്പാദിച്ചു. ടെസ്റ്റിൽ 6 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ടെസ്റ്റിൽ മാത്രം 3503 റൺസാണ് അശ്വിൻ അടിച്ചെടുത്തത്. ഇക്കാലത്തെ മികച്ച ഇന്ത്യൻ ക്രിക്കറ്റർമാരിൽ ഒരാളായ അശ്വിൻ 2016 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡുകൾ നേടി. 2016 ഇന്ത്യക്ക് വേണ്ടി 12 ടെസ്റ്റ് മത്സരങ്ങളിൽ 72 വിക്കറ്റുകൾ താരം വീഴ്ത്തി. അശ്വിൻ ഉടൻ തന്നെ ടീം ക്യാമ്പ് വിടുമെന്നും ഉടൻ നാട്ടിലേക്ക് തിരിക്കുമെന്ന് രോഹിത് വ്യക്തമാക്കി. അതേസമയം സിഡ്നി ടെസ്റ്റിൽ കളിക്കാൻ സാധ്യതയുണ്ടായിട്ടും അശ്വിൻ അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ അമ്പരപ്പിച്ചു. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ അശ്വിന് പകരം സുന്ദര കളിപ്പിച്ച തീരുമാനത്തിലൂടെ ടീം മാനേജ്മെന്റ് നൽകിയത് വ്യക്തമായ സന്ദേശമായിരുന്നു. എന്നാൽ നായകൻ രോഹിത് ശർമ്മ തിരിച്ചെത്തിയ അഡ്ലൈഡിൽ നടന്ന ഡേ നൈറ്റ് ടെസ്റ്റിൽ അശ്വിൻ പ്ലേയിങ് ലെവലിലെത്തി. എന്നാൽ മഴ മൂലം സമനിലയിലായ ബ്രിസ്ബേനിലെ മൂന്നാം ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയാണ് പ്ലേയിങ് ലെവലിൽ കളിച്ചത്. 3 ടെസ്റ്റിലും മൂന്ന് വ്യത്യസ്ത സ്പിന്നർമാരെ ഇന്ത്യ കളിപ്പിച്ചത് അതിശയിപ്പിച്ചുവെന്ന് തന്നെ ഓസ്ട്രേലിയൻ സ്പിന്നർ നഥാൻ ലിയോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാൾ ടീമിലുള്ളപ്പോൾ 3 ടെസ്റ്റിൽ ഇന്ത്യ 3 വ്യത്യസ്ത സ്പിന്നർമാരെ പരീക്ഷിച്ചത് ശരിക്കും അത്ഭുതപ്പെടുത്തി. അത് കണ്ടപ്പോൾ ഇവരിതെന്താണ് ചെയ്യുന്നതെന്ന് ഓർത്തിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ബെഞ്ച് സ്ട്രെങ്ത് അത്രമാത്രമുണ്ട്. 500-ന് മുകളിൽ വിക്കറ്റ് എടുത്തിട്ടുള്ള അശ്വിനെ ബെഞ്ചിലിരുത്തിയാലും 300-ന് മേൽ വിക്കറ്റ് എടുത്ത ജഡേജയെ അവർക്ക് കളിപ്പിക്കാനാകും. അതിൽ ആരെ കളിപ്പിക്കണമെന്നത് ശരിക്കും സുഖമുള്ളൊരു തലവേദനയാണെന്നായിരുന്നു ലിയോണിന്റെ വാക്കുകൾ. നാട്ടിൽ ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയപ്പോൾ 3 കളികളിൽ 9 വിക്കറ്റ് മാത്രമാണ് അശ്വിന് വീഴ്ത്താനായത്. 2 ടെസ്റ്റിൽ മാത്രം കളിച്ച വാഷിംഗ്ടൺ സുന്ദർ 16 വിക്കറ്റുമായി പരമ്പരയിൽ വിക്കറ്റ് വേടയിൽ ഒന്നാമനായപ്പോഴേ തലമുറ മാറ്റത്തിന് സമയമായെന്ന തിരിച്ചറിവ് അശ്വിനുണ്ടായിരിക്കണം.